എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഡ്രിങ്ക്സ് ആണ്. ഇഫ്താർ സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റുന്ന 2 ഡ്രിങ്ക്സ് ആണ്. ഒന്ന് മൊജീറ്റോ, ഒന്ന് മിൽക്ക് ഷേക്ക് ആണ്. ഇതിൽ ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് റൂ അഫ്സയാണ്. അപ്പം അത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മിൽക്ക് ഷേക്കിൻ്റെയും മൊജീറ്റോൻ്റെയും മെയിൻ ഐറ്റം ഇതാണ് റൂഹ് അഫ്സ. റമദാൻ ടൈമിൽ ഗൾഫിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒന്നാണിത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മിൽക്ക് ഷേക്കും മൊജിറ്റോയും ചെയ്യുന്നതെന്ന് നോക്കാം. മൊജീറ്റോയ്ക്ക് വേണ്ടി നമുക്ക് ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കിട്ടും. ഈ ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുക്കാം. നമുക്കിൻ്റെ സീഡൊക്കെ ഒന്ന് മാറ്റാമേ. ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് മിൻറ്റ് ലീവ്സ്, എന്നിട്ട് നമ്മുടെ റൂഹ് അഫ്സ അത് 1 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ആവശ്യത്തിനുള്ള പഞ്ചസാര, ഒരല്പം ഉപ്പ്, ഒരുപാട് വേണ്ട, കുറച്ച് ഉപ്പ്. ഇനി സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി 1-2 പീസ് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സോഡയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഈ നാരങ്ങയും മിൻറ്റും വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൂഹ് അഫ്സ മൊജീറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻ്റ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിതുപോലെ ഇനി അടുത്തത് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. നമുക്ക് 1 കപ്പ് തണുത്ത പാലെടുക്കാം. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക.
ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഫ്ലേവറിലുള്ള ഐസ്ക്രീം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തേക്കുന്നത്. വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. പോകുന്നത് റൂഹ് ഹഫ്സയാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഗ്ലാസ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് ഞാൻ ഈ റൂഹ് ഹഫ്സ തന്നെ എടുത്തേക്കുന്നത്. 4 വശത്തും ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. രണ്ട് ഗ്ലാസും അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിസ്തയാണ് എടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് ഷേക്കും നമ്മുടെ മൊജിറ്റോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.